താടകവധത്തിനു ശേഷം രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം സിദ്ധാശ്രമത്തിൽ എത്തിച്ചേരുകയും യാഗം പുനരാരംഭിക്കുകയും ചെയ്തു. കയ്യിൽ ആയുധങ്ങളുമായി രാമലക്ഷ്മണന്മാർ സിദ്ധാശ്രമത്തിന് കാവൽ നിന്നു. അങ്ങനെ യാഗം ആരംഭിച്ചപ്പോൾ യാഗശാല അശുദ്ധമാക്കാൻ മാരീചനും സുബാഹുവും മാംസവും രക്തവുമായി ആകാശമാർഗ്ഗേന വന്നു. രണ്ടു രാക്ഷസന്മാരും യാഗശാലയ്ക്ക് സമീപം എത്തിയപ്പോൾ ശ്രീരാമൻ തൻ്റെ ആവനാഴിയിൽ നിന്നും 2 അസ്ത്രങ്ങൾ എടുത്ത് മാരീചനും സുബാഹുവിനും നേരെ എയ്തു. ഒരു ബാണം തൽക്ഷണം സുബാഹുവിനെ വധിച്ചു. മറ്റൊരു ബാണം മാരീചന്റെ നേരെ പാഞ്ഞു. മാരീചൻ തൻ്റെ മായാരൂപം ഉപേക്ഷിച്ച് ഓട്ടം തുടങ്ങി. കാടും മേടും മലയും പുഴയും എല്ലാം കടന്ന് ഓടിയിട്ടും മാരീചന് രാമബാണം വിട്ടില്ല. അങ്ങനെ ഓടിത്തളർന്ന മാരീചന് ശ്രീരാമബാണം ഒറ്റ ഉന്തു കൊടുത്തു. മാരീചൻ കടലിലേക്ക് പതിച്ചു. അങ്ങനെ ലോകനന്മയ്ക്കായി വിശ്വാമിത്ര മഹർഷി ചെയ്ത യാഗം പൂർത്തീകരിക്കുകയും ചെയ്തു.